ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നുന്ന ഒരു സംശയം ഉണ്ടായിരിക്കും. ഈ കൈയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് ചരിക്കില്ലേ, എന്റെ കൈ മുറിയില്ലേ എന്നൊരു സംശയം തോന്നാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത്തരത്തിലൊക്കെ പിടിക്കുമ്പോൾ പൊതുവിൽ എല്ലാവരും ചോദിക്കുന്നതാണ്, ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കൈ കൊണ്ട് അറ്റാക്ക് ചെയ്യില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ, കത്തിയെ ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ, കത്തിയെ ഇങ്ങനെ പിടിക്കണോ മണ്ടത്തരമല്ലേ എന്നൊക്കെ തോന്നാം. അല്ലെങ്കിൽ പൊതുവിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഈ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ റെസ്റ്റിന്റെ ഭാഗം കൊണ്ട് ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. എല്ലാവരും ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്റെ കൈ മുട്ട് എങ്ങോട്ടാണ് പോയതെന്ന് കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ബ്ലോക്ക് ചെയ്തപ്പോൾ എന്റെ ഈ രണ്ടാമത്തെ കൈ, അതായത് വലത്തെ കൈ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നേരെ മർമ്മഭാഗങ്ങളിലേക്കാണ് ഇത് കറക്റ്റ് ആയിട്ടിരിക്കുന്നത്, നെഞ്ചിന്റെ ഭാഗത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നെഞ്ചിലെ ഇപ്പൊ മർമ്മം എന്ന് പറഞ്ഞാൽ പലർക്കും അത് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ ബുദ്ധിമുട്ടുള്ളവരും കാണാം. ഒന്നുമില്ലെങ്കിലും നെഞ്ചില് കൈ മുട്ടുകൊണ്ട് ഇടിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാലോ. അപ്പൊ ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നിൽക്കുന്ന പൊസിഷൻസും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയും അനുസരിച്ചിട്ട് എതിരാളിയുടെ ബലം തന്നെ നമുക്ക് തിരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഒന്ന് സ്ലോയിൽ വന്നോളൂ. ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ നിൽക്കുന്ന പൊസിഷൻ അകത്തോട്ടാണ്. ഞാൻ ഈ അകത്തോട്ട് ഒഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കത്തി വരുമ്പോൾ ഈ പവർ എന്റെ ഈ കൈ വഴിയെ പാസ് ചെയ്തിട്ട് എനിക്ക് നേരെ ഈ നെഞ്ചിലോട്ട് കൊടുക്കാൻ പറ്റും. ഉദാഹരണം ഇങ്ങനെയാണ്. ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്റെ രണ്ടാമത്തെ, അതായത് എന്റെ വലത്തെ കൈ ഇരിക്കുന്ന ഭാഗം കൂടെ ശ്രദ്ധിക്കുക. ഈ കൈ താഴില്ല, ഉറപ്പായിട്ടും താഴില്ല. ഈ കൈ താഴണമെങ്കിൽ ഒന്ന് താഴ്ത്തിക്കോ, താഴ്ത്തിക്കോ. കാരണം ഈ കൈ എത്രത്തോളം താഴ്ത്തുന്നോ അത്രത്തോളം ഒന്നെന്റെ രണ്ട് കൈയുടെയും സപ്പോർട്ട് ഉണ്ട്. ഇനി രണ്ട് കൈയും ആവശ്യമില്ല, ഒരു കൈ മതി. താഴ്ത്തിക്കോ. ഇതിന്റെ സീക്രട്ട് ഇതാണ്. ഈ നിൽക്കുന്ന പൊസിഷൻ ഇതേ ആംഗിളിൽ അല്പം ഒന്ന് ചെറിയിക്കുക, ബോഡി അല്പം ഒന്ന് ചെറിച്ചു. ഈ കൈ കൊണ്ട് ഞാനിവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പവർ കൊടുക്കുന്ന ഭാഗം ശ്രദ്ധിച്ചോ, തിരികെ നെഞ്ചിന്റെ ഭാഗത്തേക്കാണ് കൊടുക്കുക. ഇത് കറക്റ്റ് ഒരു മർമ്മ ഭാഗത്തേക്കാണ് വയ്ക്കുന്നതെങ്കിൽ കൃത്യമായിട്ടൊരു മർമാഘാതം കൂടെ ആയിരിക്കും. ഒന്ന് മാക്സിമം കുത്തിക്കോളൂ. ഇതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, കറക്റ്റ് വരില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ചാൽ മതി. അതിനകത്ത് മറ്റൊരു സീക്രട്ട് ഉണ്ട്. നമ്മുടെ കൈയുടെ ആംഗിളുകളെ ശ്രദ്ധിക്കുക. ഈ ആംഗിളിൽ നിന്ന് ഒരാളിന് അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ എതിരാളിയുടേതായിട്ടുള്ള ഈ കത്തി കൊണ്ടുള്ള പ്രഹരത്തിന് ഉപയോഗിക്കുന്ന എനർജി അത് നമ്മൾ നേരെ അയാളുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ മർമ്മ ഭാഗത്തേക്ക് തന്നെ കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ കൈ താഴില്ല. രണ്ടാമത്തെ കൈ കൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പവർ കൂടുതലായി. അപ്പോൾ ഒരു സംശയം തോന്നും, ഇത് കൊണ്ട് റെസ്റ്റിന്റെ ഭാഗം കൊണ്ട് ഇത് ചെയ്യില്ലേ? മർമ്മ ഭാഗത്ത് കൃത്യമായിട്ടൊരു ആഘാതം ഏറ്റു കഴിഞ്ഞാൽ ഈ കൈ ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ ഒന്നാക്കണമെന്ന്. അതിനു മുന്നേ എതിരാൾ വീണിരിക്കും. ഉദാഹരണം, ഇതിനിടയിൽ ഇനി രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല.